പക്ഷേ ആ വീട്ടിൽ നിൽക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ അവസാനം അച്ഛനും അമ്മയും പറയുന്ന ലെവലിലേക്ക് എത്തിയെന്ന് പറഞ്ഞു. പ്രായമായിട്ട് പോലും പുള്ളി വീണ്ടും തിരിച്ച് ഗൾഫിലേക്ക് വന്നു. എന്നോട് പറഞ്ഞു, ഞാൻ ഈ 10 വർഷം കൊണ്ട് ആദ്യം ചെയ്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വീട്, ഞങ്ങൾക്ക് കഴിയാനുള്ള എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കും കഴിയാനുള്ള ചെറിയ വീട് ആദ്യം വെച്ചു. പിന്നീടുള്ള കുറച്ച് സമ്പാദ്യത്തിനകത്ത് ഞാൻ കുറച്ച് സേവിങ്സ് ആക്കി നാട്ടിൽ പോയെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, എല്ലാ ആൾക്കാരും ചെയ്യുന്നൊരു കാര്യമാണ്, ചോദിക്കും. അവരപ്പോൾ പറഞ്ഞു, എന്തോ സംസാരിച്ചു, പറഞ്ഞു നീ എന്ത് ചെയ്തു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ക്ഷമിക്കണം, ഇവിടെ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യം വരുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എൻ്റെ അങ്ങ് ഒരു കണക്ക് പുസ്തകമില്ല. പക്ഷേ ഈ പറയുന്ന സഹോദരങ്ങളുടെ എല്ലാവരുടെ കയ്യിലും കൃത്യമായ കണക്കുണ്ട്. അതായത് ഇദ്ദേഹത്തെ ചിലപ്പം എയർപോർട്ടിൽ വന്ന് വിളിച്ച കണക്ക് തൊട്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ കൊണ്ട് എവിടെയെങ്കിലും കൂടെ പോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കണക്കാണ് അവർക്കെല്ലാവർക്കും. നാട്ടിൽ നിൽക്കുന്ന എല്ലാ ആൾക്കാർക്കും കണക്കുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ എല്ലാവരെയും അടിച്ചാക്ഷേപിക്കുകയല്ല, നല്ല രീതിയിൽ സഹോദരങ്ങളെ സംരക്ഷിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ആ കൂട്ടത്തിൽ ഇത്ര മനോഭാവമുള്ള, എനിക്ക് എല്ലാം പോരട്ടെ, ഇങ്ങോട്ട് പോരട്ടെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളിത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതൊരിക്കലും പോലും തീരാത്തൊരു സംഭവമൊന്നുമല്ല. ഇപ്പോൾ ഒരു യുദ്ധം, ഞാൻ പറഞ്ഞു, ഇപ്പോൾ യുദ്ധം വന്നൊക്കെ പലർക്കും അറിയാം, പല ആൾക്കാരുടെയും ജോലി പോയി. പലരും നാട്ടിൽ ചെല്ലുമ്പോഴാണ് അയ്യോ എൻ്റെ കയ്യിലൊന്നും ഇല്ലല്ലോ, അല്ല ഞാൻ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചിന്തിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഒരു കോളിംഗ് ആണ്. നമുക്കൊരു അവസ്ഥ വന്നു കഴിയുമ്പോൾ അത് മനസ്സിലാക്കുക സാഹചര്യം. ഇനിയും അറ്റ്ലീസ്റ്റ് നമുക്ക് മനസ്സിലായല്ലോ, ഇനിയും മുന്നോട്ടുള്ള ജീവിതത്തിലെങ്കിലും ഇങ്ങനത്തെ പ്രശ്നം വരാതെ ഉള്ള പൈസ സൂക്ഷിച്ച് നമ്മുടെ ഭാവിക്ക്, അല്ലെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ അല്ലെ മറ്റ് പൈസ ഉണ്ടെങ്കിൽ എല്ലാവരും സഹായിക്കണം. കരുതി വെക്കുക, സൂക്ഷിച്ച് വെക്കുക. ഓരോ പൈസയും വിലപ്പെട്ടാന്ന് കരുതണം. അത് ആ മനുഷ്യൻ പറഞ്ഞ പോലെ തന്നെ ഞാനും വീണ്ടും പറയുകയാണ്, എല്ലാത്തിനും ജീവിതത്തിൽ ഒരു കണക്കുണ്ടായിരിക്കണം. താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കാനായി പേജ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇതുപോലൊരു അനുഭവം എന്നോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ 919745726199 എന്ന നമ്പറിലേക്ക് വോയിസ് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.